ഹലോ നമസ്കാരം. മഴതോര് മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും കൂടിയിട്ട് അലീനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പാലായിലേക്ക്. അവർ വരുന്ന വഴി ജോബിച്ചിനെ വിളിച്ച് മധുസൂദനൻ നായർ എന്ന് പറഞ്ഞ് DVSP കാണാനായിട്ട് അനുവാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതായത് ജോബിച്ചിൻ്റെ അമ്മായിയച്ഛനാണ്, ഭാര്യയുടെ അച്ഛനാണ്. അപ്പോൾ ജോബിച്ചിൻ്റെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുന്നുണ്ട് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടിയിട്ട്. അങ്ങനെ അവിടേക്ക് എത്തുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ മധുസൂദനൻ നായരെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജോബിച്ചിൻ്റെ വൈഫാണെങ്കിൽ മധുസൂദനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ജോബിച്ചനും അവൻ്റെ കുറച്ച് കസിൻസും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ അയാൾ ശരി അവർ വരട്ടെ, ഞാൻ നോക്കാം, എനിക്കിതിൽ ഒരുപാട് ഇടപെടാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ്, ആ കേസ് ഇത്തിരി കടുപ്പം കൂടിയതാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വെക്കുകയാണ്. അതേസമയം ജോബിച്ചനും ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും കൂടിയിട്ട് മധുസൂദനൻ നായരെ കാണാൻ പോവുകയാണ്. ആ സമയത്ത് തന്നെ മധുസൂദനൻ നായരുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. മധുസൂദനൻ നായരുടെ ഒരു സുഹൃത്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ അകത്തേക്ക് കയറാൻ പറയുന്നുണ്ട് മധുസൂദനൻ നായർ. അപ്പോൾ ജോബിച്ചിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഒരു മുരടൻ സ്വഭാവമാണ് മധുസൂദനെ. അങ്ങോട്ട് കയറിയിരിക്കാൻ പറയുകയാണ്. ഇങ്ങനൊരു ആവശ്യം മോള് വിളിച്ച് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ കയറിയിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ മാമച്ചായൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മാമച്ചായനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല, ഇവളുടെ ചേച്ചിയാണ്. അതായത് ഇവളും ഈ കുട്ടിയും അവരുടെയും കൂടെ ഒരുമിച്ച് ആ ഓർഫനേജിൽ വളർന്നിരുന്ന ആൾക്കാരാണ് എന്ന് പറയാട്ടോ. ആ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം, എന്തിനാണ് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തോ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് ഒരു ഉച്ചയാവുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോയതാണ്, ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല എന്ന് പറയാണ്. അതെന്താ രാത്രിയിൽ പിടിച്ചു വെച്ചേക്കുന്നത്, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ സമയം കൊണ്ട് പറഞ്ഞയച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് മധുസൂദനൻ പറയുമ്പോൾ ഇല്ല, പറഞ്ഞയച്ചിട്ടില്ല എന്ന് തന്നെ പറയാണ്. ആ സമയത്ത് മധുസൂദനൻ നായരുടെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ, താൻ തിരക്കാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം എന്ന് പറയുമ്പോൾ അല്ല താൻ നിൽക്ക് എന്ന് പറയണം. അപ്പോൾ മാമച്ചാൻ അയാളെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. കണ്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ കണ്ട് കാണില്ല, ഞാൻ ഇവിടെ ഒന്നും ഉള്ള ആളല്ല എന്ന് അയാൾ പറയട്ടോ. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ്, പേര് സ്റ്റാൻലി എന്നാണ്, പണ്ട് പട്ടാളത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ മാമച്ചായൻ എന്തോ ഒരു കണക്ഷൻ തോന്നുകയാണ്, പക്ഷേ അങ്ങനെ ഓർത്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും അറിയില്ലല്ലോ ഇങ്ങനെ സ്റ്റാൻലി എന്ന് പറയുന്നത് ഷെറിൻ്റെ ചേട്ടനാണെന്നോ അല്ലെങ്കിൽ അലീനയുടെ അച്ഛനാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല, പേരൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള ആരുടെയോ ഒരു ഫേസ് കട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രവതിക്കുട്ടിയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ അനാഥാലയത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് എന്ന് മാമച്ചാനും ഗ്രേസമ്മയും പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചാൻ്റെയും ഗ്രേസമ്മേൻ്റെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മക്കളും എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു മകനും മകളുമാണുള്ളത്, മകള് ഇവിടെ ഇല്ല, UK യിലാണ്, അവൾ കന്യാസ്ത്രീയായിട്ട് അവിടെയാണ്, മകനാണെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള കാര്യവും പറയാണ്. അതിനുശേഷം ഒറ്റപ്പെട്ടൊരു ലൈഫായിരുന്നു ഞങ്ങളുടേത്, ഞാനൊരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാനും പട്ടാളത്തിലുണ്ടായിരുന്നു, ഡൽഹിയിലും ആഗ്രയിലൊക്കെ ആയിട്ട് പട്ടാളത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ട്, ആഗ്ര എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ആഗ്രയിൽ എന്നൊക്കെ പറയുമ്പോൾ അലീന ചേച്ചിയുടെ അച്ഛനും വൈജയന്തിയൊക്കെ അവിടെ വെച്ചിട്ടല്ലേ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ തോന്നുകയാണ്. പക്ഷേ അതിനെപ്പറ്റി ചോദിക്കാനോ സംസാരിക്കാനോ ഉള്ള സമയമല്ലല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പോയി നോക്കാം, അവിടെ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയണം. ആ കുട്ടിയെ വിട്ടിട്ടുണ്ടാവും ഇതിനോടകം എന്ന് പറയുമ്പോൾ ഇല്ല വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് രേവതിക്കുട്ടി പറയുന്നത്. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പൊക്കോട്ടെ, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ലേ, അല്ല താനും കൂടി വാ, തനിക്ക് വേറെ തിരക്കൊന്നുമില്ലല്ലോ, താനും കൂടി വാ സ്റ്റേഷനിലേക്ക്, ഏതായാലും താൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നില്ലേ, എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, ഇന്ന് ഏതായാലും തിരിച്ചു പോകണ്ട, ഇനി അത്രയും ഡ്രൈവ് ഒന്നും ചെയ്യണ്ട, താൻ ഇന്ന് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയും കൂട്ടിയിട്ടാണ് മധുസൂദനൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കേട്ടോ. ആ സമയത്ത് മാമച്ചാനും ഗ്രേസമ്മയും ഒക്കെ അവരുടെ കാറിലും ആണ് പോകുന്നത്. ജോബിയും കൂടി അവരുടെ കൂടെ ഉണ്ട്. മധുസൂദനനും അതുപോലെ സ്റ്റാൻലിയും കൂടിയാണ് കാറിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് മാമച്ചാൻ എന്താ അങ്കിളിന് എന്താ ആ സാറിനെ പരിചയം ഉണ്ടെന്ന് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എവിടെയോ കണ്ട് നല്ല മുഖപരിചയം ഉള്ളതുപോലെ എന്ന് പറയുന്നത്. ഗ്രേസമ്മേ നിനക്കും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും തോന്നി, പക്ഷേ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല മാമച്ചായ, എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ആരായിരിക്കും അത്
എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് അയാൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത് മറ്റൊരു കാര്യമാണെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അതെന്താ ചോദിക്കുമ്പോൾ, അല്ല ആ സാറും പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, പട്ടാളത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല ആ സാറ് വർക്ക് ചെയ്തത് ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ ആയിട്ടാണെന്നല്ലേ പറഞ്ഞത്? ആ അതെ, അതിനെന്താ? അല്ല, എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ പോണ ഒരു കാര്യമാണ്. ഈ അലീന ചേച്ചിയുടെ അച്ഛനും ഈ വൈജയന്തി മാലയൊക്കെ പരിചയപ്പെട്ടത് അവിടെ വെച്ച്, ആഗ്രയിൽ വെച്ചല്ലേ എന്ന് പറയുമ്പോൾ, ഓ നിൻ്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധി തന്നെയുണ്ട്. അപ്പോഴേക്ക് നീ അങ്ങനെ ചിന്തിച്ചല്ലേ? അയാൾക്ക് വേറെ കുടുംബം കുട്ടികളൊക്കെ ഉള്ളൊരു ഗൃഹനാഥനാണ് എന്ന് പറയട്ടോ. അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ തോന്നി, അപ്പോൾ ഞാനത് എൻ്റെ സംശയം ചോദിച്ചു, അത്രയേ ഉള്ളൂ. നീ ഈ ചോദ്യം ഒന്നും അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കല്ലേ കൊച്ചേ, വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല, ഈ ആഗ്ര ഡൽഹി എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോണം, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് വല്ല വിടുവായത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കിഴക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മയോട്. അങ്ങനെ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ആകെ രാത്രി ആയിട്ടുണ്ടോ, നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്, ഒരു അർദ്ധരാത്രിയോട് അടുത്ത സമയമാണ്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പോലീസുകാരൻ അലീനയെ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുപാട് നേരമായി മുകളിലേക്ക് അലീനയെ പറഞ്ഞയച്ചിട്ട് ആ വനിതാ പോലീസ് ആണെങ്കിൽ താഴെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. മുകളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ CI സാറ് തന്നെ വഴക്ക് പറയും, അങ്ങോട്ടേക്ക് കയറി ചെല്ലരുത് എന്നാണ് ഓർഡർ. പക്ഷേ മുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട് ആകെ ഒരു ടെൻഷനും, ഇവിടെ വെച്ച് എന്തെങ്കിലും കരുതാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടി പ്രതിയാവുമല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലും. അതേസമയം സെല്ലിനകത്താണെങ്കിൽ ഹരി ഇങ്ങനെ പറയുന്നുണ്ട്, എടാ അവളെ മുകളിലേക്ക് CI വിളിപ്പിച്ചിട്ട് എത്ര നേരമായി, ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കേണ്ട നേരമായി എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ആകെ ഭയന്നിരിക്കുകയാണ്. ഹരി ഇതേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിൽ പെട്ടിട്ട് മനുഷ്യനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നീ എന്നെ കൊണ്ടുപോയി പെടുത്തിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അല്ലടാ, നമ്മൾക്ക് വഴങ്ങാത്ത അവളെ ഇപ്പോൾ CI നന്നായിട്ട് പണിയുന്നുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹരി വായടിച്ച് മിണ്ടാതിരിക്കുന്നു, എല്ലാവരും നിൻ്റെ പോലെ ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് വഴക്ക് പറയുന്നുണ്ട്. ഓ നീ ഒരു നല്ല പിള്ള വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ ഹരിയും വഴക്ക് പറയുമ്പോൾ കൂടെയുള്ള രണ്ടുപേരും കൂടി തടിയാണ്, നിങ്ങളിങ്ങനെ തല്ലാണോ സെല്ലിനകത്ത് കിടന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന പോലീസുകാർ എന്താണ് അവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ മിണ്ടാതിരിക്കണം. പക്ഷേ ഹരി മിണ്ടാതിരിക്കുന്നില്ല. ഹരിക്ക് ഭയങ്കര സന്തോഷം, ഇതേതായാലും നന്നായി എന്നിങ്ങനെയുള്ള രീതിയിൽ പറയണം. അവൾ പോയിട്ട് കുറേ നേരെ ആ പോലീസുകാരൻ ആ CI നന്നായിട്ട് അവളെ കൊടയുന്നുണ്ടാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൾക്കിട്ട് നല്ലൊരു പണി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അന്ന് അവൾ വലിയ പുണ്യവതിയൊക്കെ ചമഞ്ഞതല്ലേ, ഇപ്പോൾ അവൾക്ക് നല്ല പണി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം. അതേസമയത്ത് പോലീസുകാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, PC ആ പെങ്കൊച്ചിനെ കൊണ്ടുപോയിട്ട് കുറേ നേരമായല്ലോ, താനൊന്ന് പോയി നോക്കിയെന്ന് ആ വനിതാ കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, സാറ് കൂടി എൻ്റെ കൂടെ വരുമോ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നത്. ഞാനില്ല, ആ CIയുടെ മൊരട്ടൻ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണാണ്ട് പൊട്ടിക്കാൻ തോന്നും, പിന്നീട് അത് അയാളുടെ മോന്തയും കണ്ട് നമ്മളിവിടെ നിൽക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോവാത്തത്. പക്ഷേ ആ CIയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, അയാൾ എന്തെങ്കിലും ആ കൊച്ചിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുകൂടി നമ്മൾ കൂടി ഉത്തരം പറയേണ്ടി വരും എന്ന് പറയാണ് ആ വനിതാ പോലീസുകാരി. അപ്പോൾ മറ്റുള്ള പോലീസുകാരും അതിനെ അനുകൂലിക്കുന്നുണ്ട്. ശരിയാണ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ അതിനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ CI ആണെങ്കിൽ അലീന ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുക കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഇത്തിരി പേടിയുണ്ട്, പക്ഷേ പേടി പുറത്തേക്ക് കാണിക്കുന്നില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്തും സംഭവിക്കാം, ഇയാൾക്ക് തന്നെ എന്തും ചെയ്യാം, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. താഴെ പോലീസുകാരുമാണ് ഉള്ളത്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. പക്ഷേ ഒരു വിശ്വാസം, അവൾ ഇങ്ങനെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും രിജിത്താമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധൈര്യം രിജിത്താമ്മ അവളോട് വന്ന് പറയുന്നത് പോലെ, മോള് പേടിക്കണ്ട, മോൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്, സാർ എന്തിനാണ് എന്നെ ഇത്രയും നേരം പിടിച്ചു വെച്ചേക്കുന്നത്, എനിക്ക് വീട്ടിലേക്ക് പോകണം, സാർ എന്നെ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ, നിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കാം, നീ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി, വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ, സാർ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ, ഓ ദേഷ്യം പിടിച്ചാൽ നീ എന്നെ എന്നാ ചെയ്യും, മൂക്കിലോട്ട് വലിച്ച് കയറ്റോടി പന്ന റാസ്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, സ്ത്രീകളോട് മര്യാദക്ക് സംസാരിക്കാൻ സാർ ആദ്യം പഠിക്കണം, സാർ ഈ പോലീസ് യൂണിഫോം ഇട്ടത് പൊതുജനത്തെ സംരക്ഷിക്കാനാണോ അതോ അവരെ ഉപദ്രവിക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്നെ നിയമം പഠിപ്പിക്കൊന്നും വേണ്ട, നിയമമൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടുത്തെ നിയമം ഞാൻ തീരുമാനിക്കുന്നതാണ്, ഞാനാണ് ഇവിടുത്തെ നിയമപാലകൻ, ഞാൻ തീരുമാനിക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് CI. അപ്പോൾ അയാളോട് ശരിക്കും പുച്ഛം തോന്നുന്നതാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, സാറെപ്പോലുള്ള ആൾക്കാരാണ് മറ്റു പോലീസുകാർക്ക് കൂടി നല്ലവരായിട്ടുള്ള കുറേ പേരുണ്ട്, അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ, നീ കൂടുതൽ പുണ്യാളത്തി ചമയൊന്നും വേണ്ട, നീ ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ അവിടുത്തെ യജമാനനെ സോപ്പിട്ടിട്ടും സുഖിപ്പിച്ചിട്ടും അല്ലേ, ഇപ്പോൾ അയാളുടെ മകനെയും സുഖിപ്പിച്ചിട്ടല്ലേ അവനെ
ഇറക്കാൻ വേണ്ടിയിട്ട് നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സാറിന് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ന്യായീകരിക്കാം. സാറിൻ്റേതായിട്ടുള്ള തോട്ട്സും ചിന്താഗതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. ആ വീട്ടിലുള്ളവർ എൻ്റെ സ്വന്തമാണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളുമാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്കും അവിടെയുള്ളവർക്കും അറിയാം. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായ കാര്യമോ എൻ്റെ ഭാഗത്ത് നിന്നോ അവരുടെ ഭാഗത്തു നിന്നോ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് വിഷയമേ അല്ല എന്ന് അലീമിനെ പറയുമ്പോൾ, നാളെ നേരം വെളുക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, കേസ് തല കീഴായി മറിയാൻ പോവാണ്, നീ ആയിരിക്കും അതിലെ മെയിൻ പ്രതി ആവാൻ പോകുന്നത്, പ്രധാന പ്രതികളിൽ നീയും വരികയാണ്, ഗൂഢാലോചന കുറ്റമാണ് നിനക്കെതിരെ ചുമത്താൻ പോകുന്നത്, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തതിനാണ് നിനക്ക് കുറ്റം ചുമത്താൻ പോകുന്നത്, ആ പെൺകുട്ടിയെ ഈ ട്രാപ്പിൽ പെടുത്തിയത് നീയാണെന്ന് വരെ ഞാൻ വരുത്തി തീർക്കും. അതിന് ഹരി സമ്മതിക്കും. കാരണം ഹരിശങ്കറിന് നിന്നോട് ഭയങ്കര വൈരാഗ്യമുണ്ട്. അവൻ എന്ത് പറയുന്നോ അത് എനിക്കവിടെ എഴുതി ചേർക്കാൻ പറ്റും. നിനക്ക് ഒരു തെളിവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ അവരുടെ മൊബൈലിൽ നിന്നൊക്കെ എനിക്ക് കിട്ടി എന്നൊക്കെ പറയണേ. സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. സാറിന് കിട്ടിയ തെളിവ് വെച്ച് സാർ എന്തൊക്കെ ചെയ്തോ, പക്ഷേ അവസാനം വിജയിക്കുന്നത് സത്യമായിരിക്കും. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ല സാർ, എനിക്ക് ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറയണം. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സി ഐ ആണെങ്കിൽ വീണ്ടും അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനല്ല, ആ ദേഷ്യമൊക്കെ മാറ്റി അവളെ കൂളാക്കാൻ നോക്കുകയാണ്. കാരണം അയാളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനൊന്നുമല്ല. നിനക്ക് വീട്ടിൽ പോകണം, ശരി ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് ഇത്തിരി നേരം അവിടെ ഇരുന്നൊന്ന് സംസാരിച്ച് വന്നതിന് ശേഷം ഞാൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേണ്ട സാർ, ആ സഹായം എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നിട്ട് സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറയാം കേട്ടോ. ശരി, ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അലീനയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് പോലെ വന്ന് നിൽക്കുകയാണ്. സാറ് കുറച്ച് അല്പം മാറി നിൽക്കണം, എനിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാട്ടോ. അതൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഞാനല്ലേ, എൻ്റെ ഇഷ്ടം ആണ് ഞാൻ എവിടെ നിൽക്കണം, ഇത് എൻ്റെ ഓഫീസ് റൂമാണ്, ഇവിടെ ഞാൻ എവിടെ നിൽക്കണം നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല എന്ന് പറയണം. ഓക്കെ, സാറിൻ്റെ ഓഫീസ് റൂമാണ് സമ്മതിച്ചു. പക്ഷേ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള നിയമം ഒന്നും സാറ് പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദേ വീണ്ടും നിയമം പറഞ്ഞുകൊണ്ട് അവൾ വരുന്നു. നിന്നോടല്ലേ പറഞ്ഞത് നീ എന്നെ നിയമം പഠിപ്പിക്കേണ്ടെന്ന്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ. ആദ്യം നീ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്ക്. നിനക്ക് ആ പയ്യനെ ഇറക്കി കൊണ്ടുപോകണോ? ഞാൻ സഹായിക്കാം. അവനെ ഇറക്കി കൊണ്ടുപോകണം. അവനെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരാം. നിനക്ക് മറ്റൊരു കാര്യം അറിയണോ? ശരിക്കും പറഞ്ഞാൽ 3 പേരാണ് യഥാർത്ഥ പ്രതികൾ. 4മതായിട്ടൊരു പ്രതി അതിലില്ല. അതായത് നിൻ്റെ വീട്ടിലുള്ള ആ പയ്യനുണ്ടല്ലോ, അവൻ അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം നിന്നെ എന്ന് പറയുമ്പോൾ വേണ്ട സർ വേണ്ട, അങ്ങനെ ഒരു ഔദാര്യം വേണ്ട. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇപ്പം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ഒഴിവാക്കുകയും വേണം. പക്ഷേ സാറിൻ്റെ ഈ ഔദാര്യം എനിക്ക് വേണ്ട. ഇത് സാറ് ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ അലീന അങ്ങനെ പറയണം. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം. നിൻ്റെ ഫാമിലിയിൽ നീ ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്ന നിൻ്റെ യജമാനനും ഒക്കെ ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിക്ക് ഒരു കേടും പറ്റാത്ത രീതിയിൽ ഈ കേസിൽ നിന്ന് നിങ്ങളെ മുഴുവനായിട്ട് ഞാൻ മാറ്റിത്തരാം. വേണമെങ്കിൽ ഹരിയെയും ഞാൻ ഒഴിവാക്കി തരാം. മറ്റു 2 പേരെ മാത്രമേ ഞാൻ പ്രതികളാക്കുകയുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ അലീനയെ എങ്ങനെയെങ്കിലും വശീകരിക്കണം, അലീന ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അയാളോട് കൂടുതൽ അടുക്കണം എന്നൊക്കെയുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട സാറേ, എനിക്കതിന് താല്പര്യമില്ല, സാറ് എന്നെ കൂടുതൽ നിർബന്ധിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേ നേരം അലീനയോട് ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അലീനയെ തൻ്റെ വഴിയിലേക്ക്, തൻ്റെ ഇംഗിതം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അലീന അതിലൊന്നും കൂട്ടാക്കുന്നില്ല. അവസാനം അയാൾക്ക് ദേഷ്യം വരികയാണ്. അയാൾ പറയുന്നുണ്ട്, എന്നാൽ നിന്നെ ഇതിൽ ഏറ്റവും 1ാം പ്രതിയാക്കുന്ന കാര്യം ഞാനേറ്റു, നീയായിരിക്കും മുഖ്യ പ്രതി, നീയാണ് എല്ലാ കാര്യങ്ങൾക്കും സൂത്രധാരൻ, നീയാണ് എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തത്, നീയും അവരുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, ആ വീട്ടിലെ പയ്യനുമായിട്ടും ആ പയ്യൻ്റെ അച്ഛനുമായിട്ടും ആ മറ്റേ ഹരിശങ്കർ എന്ന് പറഞ്ഞ പയ്യനുമായിട്ടും നിനക്ക് അവിഹിത ബന്ധമുണ്ട്. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ഞങ്ങളുണ്ട് കോടതിയിൽ സമർപ്പിക്കും. നിന്നെയും അവരുടെ കൂടെ അകത്താക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയട്ടോ. അലീന അതൊക്കെ കേട്ടിട്ട് ആകെ പകച്ചു പോകുന്നുണ്ട്, പേടിച്ചു പോവാണ്. അതേ സമയത്താണ് നമ്മുടെ മധുസൂദനൻ നായരും സ്റ്റാൻലിയും മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടി എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു വാഹനം വന്ന് നിൽക്കുന്നത് താഴെയുള്ള പോലീസുകാരൊക്കെ കാണുന്നുണ്ട്. ദേ DYSP വന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇവർക്ക് ആകെ വെപ്രാളം വരികയാണ്. കാരണം ആ പെങ്കുച്ചിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. അത് കണ്ടപ്പോൾ ഇവർക്ക് ആകെ വെപ്രാളം വരികയാണ്.
അങ്ങനെ DYSPയും സ്റ്റാലിനും കൂടെ നേരെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തം ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എന്താ സാർ എന്ന് ചോദിക്കാൻ അവരൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പീഡന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കണം. അറസ്റ്റ് ചെയ്തത് സെല്ലിനകത്തുണ്ട് എന്ന് പറയണം. നിങ്ങളൊരു ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നായിരുന്നല്ലോ, അവളെ പറഞ്ഞയച്ചോ, ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ആകെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം ഗ്രേസമ്മയും രേവതിക്കുട്ടിയും മാമച്ചാനും ജോബിച്ചനും കൂടിയിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ മൊത്തം ചുറ്റും നോക്കുമ്പോൾ അലീനയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, കണ്ടോ ഇവിടെയെങ്ങും ആരുമില്ല, ആ പെൺകുച്ചിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൽ വെറുതെ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, ആ പെൺകുച്ചിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായിരിക്കും, ഇപ്പോൾ ഇവിടെയെങ്ങും കാണുന്നില്ല, അവളെ പറഞ്ഞയച്ച് കാണും എന്ന് പറയണേ. അപ്പോൾ ഇവരാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാമച്ചായനും ഗ്രേസമ്മയും കൂടെ പരസ്പരം നോക്കുന്നുണ്ട്, ശരി എവിടെയും കാണുന്നില്ല, അപ്പോൾ പറഞ്ഞയച്ചിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല സാർ പറഞ്ഞയച്ചിട്ടില്ല, ചേച്ചി വീട്ടിലെത്തിയിട്ടില്ല, ഞാനിപ്പോൾ വരുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്ന് പോലും കൃഷ്ണമോളെ വിളിച്ചതാണ് അലിന ചേച്ചി വന്നോ എന്നറിയാനായിട്ട്, പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ മധുസൂദനാകെ സംശയത്തോട് കൂടിയിട്ട് വനിതാ പോലീസിനെ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ട് അതിനെ പറഞ്ഞയച്ചില്ലേ, ആ കൊച്ചെന്തേന്ന് ചോദിക്കുമ്പോൾ ഇവർ മറുപടി പറയാൻ പേടിച്ചിങ്ങനെ നിൽക്കട്ടെ, എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ലേഡി സ്റ്റാഫ് ആണെങ്കിലും മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ CIയുടെ ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ മധുസൂദനനും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്, അവിടെ എന്താണെന്നുള്ള രീതിയിൽ കേട്ടോ. ആ കൊച്ചെന്തേന്ന് ചോദിക്കുമ്പോൾ അത് CI സാറ് ചോദ്യം ചെയ്യാനായിട്ട് മുകളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാട്ടോ. CI മുകളിലേക്ക് ഒരു പെൺകൊച്ചിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ കൂടെ വനിതാ പോലീസായ താൻ പോകണമെന്നുള്ളൊരു സാമാന്യ ബോധമില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് സാർ എന്നോട് അവിടെ നിൽക്കേണ്ട പൊക്കോളൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വന്നത് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ഒക്കെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് വരെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ മധു ഇത്, ഇങ്ങനെയൊക്കെയാണോ സ്റ്റേഷനിൽ നടക്കുന്നത്? ഒരു പെൺകൊച്ചിനെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുക, CI അതും വനിതാ പോലീസ് ഇല്ലാതെ ചോദ്യം ചെയ്യാനായിട്ട്, അതും അർദ്ധരാത്രിയിൽ, ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് സ്റ്റാൻലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, വന്നേ എല്ലാത്തിനെയും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ ആ വനിതാ പോലീസും എല്ലാത്തിനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കണം. അതേസമയം സെല്ലിനകത്ത് ഇവർ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ. രേവതിക്കുട്ടി നോക്കുമ്പോൾ ഇവരെല്ലാവരെയും കാണുന്നുണ്ട്, രോഹിത്തിനെ കാണുന്നുണ്ട്, ഹരിയെ കാണുന്നുണ്ട്. വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ രേവതിക്കുട്ടി അങ്ങോട്ടേക്ക്. അപ്പോൾ ഹരിയാണെങ്കിൽ ഇതേതാ ഒരു പുതിയ കൊച്ച് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ആണ് രേവതിക്കുട്ടിയെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ വാ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയും അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ മധുസൂദനൻ പെട്ടെന്ന് നേരെ CIയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ വാതിൽ പെട്ടെന്ന് തുറന്ന് കാണുകയാണ്. ആ സമയത്ത് CI ഈ വനിതാ പോലീസ് ആയിരിക്കും വന്നത് എന്ന് പറഞ്ഞിട്ട് തന്നോടല്ലേ പറഞ്ഞത് താഴെ നിൽക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിയാട്ടോ. അപ്പോൾ കാണുന്നത് DYSP ആണ്. അതുപോലെ സ്റ്റാൻലിയും കാണുന്നുണ്ട് കേട്ടോ. അയാളാകെ പകച്ചു പോവാണ്. ഈ CI ആണെങ്കിലും അലീനയുടെ ഒരു തോളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ലാത്തി ഉപയോഗിച്ചിട്ട് അവളുടെ കവിളിലൊക്കെ ഇങ്ങനെ തോണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് കയറി വരുന്നത്. പെട്ടെന്ന് കൈയൊക്കെ മാറ്റി ലാത്തിയൊക്കെ മാറ്റിയിട്ട് സല്യൂട്ട് ചെയ്യുന്നത്. സുധനാണെങ്കിൽ വളരെ രൂക്ഷമായ ദേഷ്യത്തോടെ CIയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പെങ്കൊച്ചിനെ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സാർ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയതാണ്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് രാവിലെയല്ലേ, ഇത്ര നേരമായിട്ടും ഈ പെങ്കൊച്ചിനെ പറഞ്ഞയച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. CI ആണെങ്കിൽ ചൂളി പോകുന്നുണ്ട് കേട്ടോ. മധുസൂദനാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അലീനയാണെങ്കിൽ ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ച്, പേടിയല്ല ഒരു അങ്കലാപ്പും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ രേവതിക്കുട്ടിയും ഗ്രേസമ്മയൊക്കെ വന്നത് കണ്ടപ്പോൾ ഓടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രേവതിക്കുട്ടി ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ഗ്രേസമ്മയും വന്നിട്ട് അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അമ്പരപ്പോട് കൂടിയിട്ട് നോക്കണം ഇവരെങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഇതായിട്ട്. അതേസമയം അവിടെ നമ്മുടെ മധുസൂദനന്മാരുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാൻലി കൂടി ഉണ്ട്. പക്ഷെ ആർക്കും സ്റ്റാൻലി അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലിക്കും തന്നെ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ, അലീനയെ കണ്ടപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ തോന്നുക കേട്ടോ. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുകയാണ്. സ്റ്റാൻലി കുറച്ച് നേരം അലീനയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അലീനയും തന്നെ ഇയാളെ കണ്ടപ്പോൾ എന്തോ ഒരു കാന്തങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്തൊരു എന്തോ രണ്ടുപേരുടെ ഉള്ളിലും ഇത് അച്ഛനും മകളുമാണ്, പുറമേക്ക് അറിയില്ല എങ്കിലും പക്ഷെ ആ ഇൻബോൺ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതിലൂടെ ഇവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ, അതായത് എന്തോ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ തോന്നുകയാണ് അവർക്ക് പരസ്പരം. ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്നത് പോലെ. സ്റ്റാൻലിക്ക് അലീനയെ കണ്ടപ്പോഴും അലീനയ്ക്ക് സ്റ്റാൻലിയെ കണ്ടപ്പോഴും ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി, എന്തോ ഒരു എനർജി പാസ് ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. അപ്പോൾ അവർ പരസ്പരം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് ആ DYSP സാറിൻ്റെ കൂട്ടുകാരനാണ്, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു, അങ്ങനെ കൂടെ വന്നതാണ് എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ഇല്ല മോളെ കുഴപ്പമൊന്നുമില്ല. ഈ CI സാർ എന്താ ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അതൊക്കെ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മധുസൂദനാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് CI നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒറ്റ കാരണം മതി നിൻ്റെ ജോലി തെറിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അതേസമയത്ത്
സ്റ്റാലിൻ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, മധു ഇത് വളരെ മോശം പ്രവൃത്തിയാട്ടോ, ഒരു സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ തനിച്ച് റൂമിലേക്ക് വിളിച്ചിരുത്തി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അതും ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ഇടയ്ക്ക്, സ്റ്റാലി ആണെങ്കിൽ ഇടയ്ക്ക് അലീനയെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്, ഭയങ്കര എന്തോ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് പോലെ. അപ്പോൾ എന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻലിയോടും മധു പറയുന്നുണ്ട്, മധുസൂദനൻ നായർ പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം, നിങ്ങളേതായാലും താഴേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി താഴേക്ക് ചെല്ലുകട്ടോ. അപ്പോൾ താഴെ ഒക്കെ വന്നിട്ട് അലീന അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മാമച്ചാനും ഗ്രേസമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റാലിയും താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ മധുസൂദനൻ നായരാണെങ്കിൽ ഈ നമ്മുടെ CIക്ക് ഇട്ട് നന്നായിട്ട് വഴക്ക് പറയണം, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഇനി കൂടുതൽ പറയേണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ ഒറ്റ കാരണം കൊണ്ട് നിൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മേലിൽ ഇമ്മാതിരി വഷളത്തരം ഈ സ്റ്റേഷനിൽ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാട്ടോ. അയാളാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഓർത്തില്ലല്ലോ, DYSP പെട്ടെന്ന് കയറി വരുന്നൊന്നും ഓർത്തില്ലല്ലോ, നല്ല വഴക്ക് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ കാണുന്നത് അലീനയെ ചേർത്ത് പിടിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രേവതിക്കുട്ടി. ആ സമയത്ത് CIയോടും താഴേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു സംശയം എന്ന് ചോദിക്കട്ടോ. എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഈ പോലീസുകാർക്ക് ലാത്തി കൊടുത്തിട്ടുള്ളത് പെൺപിള്ളേരുടെ നെഞ്ചത്ത് കുത്തി കളിക്കാനാണോ സാർ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടതും അവിടെയുള്ള എല്ലാ പോലീസുകാരും ആകെ ഇതായി പോവാട്ടോ, വളരെ ചൂളിപ്പോവാണ്. അവർക്കൊക്കെ നാണം തോന്നുകയാണ് CI ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് മധുസൂദനന് മനസ്സിലാവാണ്. സ്റ്റാൻലിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. മധു എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ അപമാനിക്കുകയോ, ഈ പെൺകുട്ടി ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ജോലിയും തീർക്കും, ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ച് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പരാതിയുണ്ട് സാർ, ഞാൻ പരാതി നൽകും എന്ന് തന്നെ പറയാണ് അലീന. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പരാതി നൽകണം എന്ന് തന്നെ പറയട്ടോ. അപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചേച്ചി എന്തായാലും പരാതി നൽകണം, ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് പരാതി നൽകണം എന്ന് പറയണം. അപ്പോൾ ഇയാൾ പേടിച്ചു പോകുന്നു CI കേട്ടോ. അപ്പോൾ സാർ ഞാനത് അങ്ങനെ ഇങ്ങനെയെന്ന് പറയും, താൻ മിണ്ടരുത്, ഒരു അക്ഷരം മിണ്ടിപ്പോരുത്, ഒക്കെ എൻ്റെ കൺമുന്നിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കണം. എന്നിട്ട് മധുസൂദനൻ നായർ പറയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം, ഒക്കെ ശരിയാക്കാം, തൽക്കാലം നിങ്ങൾ ആ പെൺകുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അലീന ഇങ്ങനെ തിരിഞ്ഞ് സ്റ്റാൻലിയെ നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയെ നോക്കിയിട്ട് അലീനയും ചിരിക്കുന്നുണ്ട്, തനിക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചതല്ലേ, അപ്പോൾ എന്തോ ഒരു കണക്ഷൻ അവർക്ക് തമ്മിലുള്ളതായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അലീനയെ രക്ഷിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മനുവിനെ വിളിച്ച് രേവതിക്കുട്ടി കാര്യം പറയുന്നുണ്ട്, അലീന ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ബബിതയും കൃഷ്ണമോളും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അവർ അവിടെ എത്തുന്ന സമയത്ത് അലീന ഗ്രേസമ്മ നമ്മുടെ രേവതിക്കുട്ടിയുടെ ഫോണിൽ നിന്ന് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് മോളെ, പേടിക്കേണ്ട, മോള് വാതിൽ തുറക്കുക, അവിടെ എത്തുമ്പോൾ ചേച്ചി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം മധുസൂദനൻ നായരും സ്റ്റാൻലിയും കൂടെ തിരിച്ചു പോകണം. പോലീസുകാർക്ക് നല്ല ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ കുട്ടിയെ കണ്ടിട്ടേ എനിക്ക് എവിടെയോ കണ്ട് പരിചയമുള്ളൊരു മുഖം പോലെ തോന്നുന്നു, എനിക്ക് നല്ല പരിചയമുള്ള എൻ്റെ ആരോ ആണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരികയാണ് എന്ന് പറയുമ്പോൾ, എന്താ ലാലിച്ച, നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മധുസൂദനൻ നായർ കളിയാക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് പോയേ വന്നേ, നമുക്ക് പോകാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വേഗം പോവാം, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ, നീ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി എന്ത് ചെയ്യാനാ, ഇന്ന് എന്തായാലും പോകണ്ട, ഞാൻ തന്നെ നാളെ വിടുന്നുള്ളൂ എന്ന് മധുസൂദനൻ നായർ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് മധുസൂദനൻ നായരുടെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചെത്താണ് അലീന. ആ കൂടെ ഗ്രേസമ്മയും മാമച്ചായനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ അവിടെ നിൽക്കുന്നില്ല, അവർ പോകും, ഇവരവിടെ ആക്കിയിട്ട് പോകും. ജോബിച്ചാനും കൂടെ ഉണ്ട്, ജോബിച്ചാനെ വീട്ടിലേക്ക് ആക്കുകയും വേണം. അങ്ങനെ അവർ വീട്ടിലെത്തിയതിന് ശേഷം രേവതിക്കുട്ടി വാതിൽ തുറന്നിട്ട് ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ആകെ പേടിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത എന്തെങ്കിലും ചോദിച്ചപ്പോൾ ബബിത ചേച്ചി ഇപ്പോഴും റൂമിൽ തന്നെയാണ്, റൂമിൽ നിന്നൊന്നും ചേച്ചി പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഞാനിവിടെ ടെൻഷൻ അടിച്ച് ചത്തു, ഞാനിനി ആരെ വിളിക്കാനാണ്, എനിക്ക് ആകെ ടെൻഷനായി, ഞാൻ അമ്മയെ വരെ വിളിച്ചു, അമ്മ പറഞ്ഞു അവളെ കൊണ്ടുപോയി ഇങ്ങനെ നന്നായി എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിച്ചത്, ഞങ്ങൾ തനിച്ചാണ് എന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് ഒന്നുമല്ല എന്നൊക്കെ പറയാണ് കൃഷ്ണമോള് അലീനയോട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പം ഗ്രേസമ്മയോട് പറയാണ്, നമ്മൾ എന്ന് പോവുകയാണോ ആൻറ്റി ചോദിക്കുമ്പോൾ, ഇന്ന് പോകണ്ടേ, നമുക്ക് ജോബിച്ചിനെ വീട്ടിലേക്ക് ഉണ്ടാക്കണ്ടേ എന്ന് പറയണം. എന്നാൽ ആൻറ്റി ഞാൻ ഇന്ന് ഇവിടെ നിന്നോട്ടെ, ഞാൻ നാളെ അങ്ങോട്ട് വന്നേക്കാം, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നെ വിളിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, അതൊന്നും പറ്റത്തില്ല, നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, മോള് പൊക്കോ, ഇവിടെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ചേച്ചി നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഞാനും കൂടി നിൽക്കാമെന്ന് പറയുമ്പോൾ, നീ കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താവാനാ, 3 പിള്ളേർക്ക് പകരം 4 പെൺപിള്ളേരാവും, അത്രേ
വീട്ടിലല്ലേ ഉള്ളൂ. എന്നാലും ഗ്രേസ് ആൻറ്റി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അവിടെ എത്താൻ വെളുപ്പിനായിരിക്കും. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഇവിടെ നിന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവത്തില്ല. ഈ വീട്ടിലെ ആളുകളൊന്നും ഇല്ലാതെ വീട്ടിൽ താമസിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം. ഇപ്പോൾ ഒരു ക്രൈം നടന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അല്ലാത്ത പുറത്ത് നിന്ന് ഒരാളും ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയൊന്നും അല്ല എന്ന് മാമച്ചായൻ പറയുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ് മോളെ, അങ്കിൾ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രൈമൊക്കെ നടന്നേക്കുന്നതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും വന്ന് താമസിക്കുമ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറയണം. പ്ലീസ് അങ്കിൾ, എന്നാൽ ഞാനൊരു കാര്യം പറയാം. അങ്കിളും ആൻറ്റിയും കൂടെ ഇവിടെ ഒരു ഹോട്ടലിൽ ഒന്ന് റൂം എടുക്കുക. ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കാം. ഞാൻ നിൽക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഞാനൊരു പെൺകുട്ടിയല്ലേ. അങ്കിളൊക്കെ നിൽക്കുമ്പോഴല്ലേ പുറത്തുനിന്ന് ഒരാൾ വന്ന് അങ്ങനെ തോന്നുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാം. അങ്കിളും ആൻറ്റിയും കൂടെ ഇന്നും രാത്രി ഇവിടെ റൂം എടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജോബിച്ചിനെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോബിച്ചൻ പറയുന്നത് അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ നിന്നെ വീട്ടിലാക്കി തന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തോളാം. ഇവളുടെ ഓരോരോ വാശികളാണ് എന്ന് മാമച്ചാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചാനാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ഇങ്ങനെ പറയുന്നത്. രേവതിക്കുട്ടി മാമച്ചാനെ താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗ്രേസ് പറയുന്നുണ്ട് പെണ്ണിൻ്റെ ഒരു കൊഞ്ചൽ കണ്ടില്ലേ എന്ന് പറയുകയും ചെയ്യാണ്. അങ്ങനെ എല്ലാവരും കൂടി അകത്ത് കയറി വാതിലടക്കുകയാണ്. അതിനുശേഷം ഇവർ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയും കൃഷ്ണമോളും അതുപോലെ രേവതിക്കുട്ടിയും ബബിതയാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. ബബിത വീട്ടിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ഇവർ മാത്രമാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ രേവതിക്കുട്ടി അന്നൊരു ദിവസം അലീനയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് തന്നെ അലീന ഇങ്ങനെ സ്റ്റാൻലിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയെ ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ എങ്ങനെയാണ് തങ്ങൾ അറിഞ്ഞത്, അങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണമോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനുവേട്ടനെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് കൂടെ വന്ന സാർ ആരാന്ന് ചോദിക്കാം കേട്ടോ. DYSP സാറിൻ്റെ കൂടെ വന്നില്ലേ, അതോ DYSP സാറിൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്, പേര് സ്റ്റാൻലി, ഏതോ ഒരു പഴയ പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, ആ പട്ടാളക്കാരനായിട്ടുള്ള സ്റ്റാൻലി ഉണ്ടല്ലോ പണ്ട് ഡൽഹിയിലും ആഗ്രയിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അലീന അങ്ങ് ഞെട്ടലോട് കൂടിയിട്ട് നോക്കുകയാണ് രേവതിക്കുട്ടിയെ. അതേ ചേച്ചി, എനിക്കും ആ ഒരു ഡൗട്ട് തോന്നി, പക്ഷേ അതൊക്കെ വെറും നമ്മുടെ ഡൗട്ടാകാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതെന്താ നിങ്ങൾ പറയുന്നതെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഒന്ന് ഷോക്കായി പോകണം. അപ്പോൾ കൃഷ്ണയ്ക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് രേവതിക്കുട്ടി അറിയില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയണം. അതെ, അലീന ചേച്ചിയുടെ അച്ഛൻ ഒക്കെ പണ്ട് ആഗ്രയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്, കൃഷ്ണമോളുടെ അമ്മ അവിടെ ആയിരുന്നല്ലോ ജോലിയിൽ നിന്നിരുന്നത്, അതൊരു കണക്ഷൻ വെച്ച് ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയാട്ടോ. അങ്ങനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം അതിനൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ രേവതിക്കുട്ടിയോടും കൃഷ്ണയോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണെങ്കിലും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം എന്ന് ഒരു തീരുമാനത്തിലെത്തണം. നാളെ മനുവേട്ടൻ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയാണ് അലീന. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.